പാകിസ്ഥാൻ ഇതിനകം ഡ്രോൺ ആക്രമണം നടത്തിയത് 26 സ്ഥലങ്ങളിലാണ്. അതിനിടെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്ന പാക് സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോഴും കൂടിക്കാഴ്ചകൾ തുടരുന്നു. പ്രധാനമന്ത്രി നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. നാളെ വീണ്ടും കൂടിക്കാണുന്നുണ്ട്. അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. തുടർച്ചയായ 2ാം രാത്രിയാണ് ഇരുട്ടിലെ പീരുക്കലുടെ ഭാഗത്ത് നിന്ന് കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണക്കുന്ന പാകിസ്ഥാന് ധനസഹായം നൽകരുതെന്ന് ഭാരതം IMFനോട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാന് കൂടുതൽ സഹായം നൽകിയാൽ IMFൻ്റെ ആഗോള മാനദണ്ഡങ്ങളെ ദുർബലപ്പെടുത്തും എന്ന് IMF യോഗത്തിൽ ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ആക്രമണം തുടരുന്നു. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പേടിക്കാൻ ഒന്നുമില്ല. ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയാണ് ഭാരതം. വീണ്ടും ഐസണിലേക്ക് പോകുന്നു. ഐസൺ, സ്ഥിതിഗതികൾ വഷളാവുകയാണ്. പക്ഷേ പൊതുവേ ദുർബലമായ, സൈനികമായും സാമ്പത്തികമായും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്, ആഗോള തീവ്രവാദത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാരായ ഒരു രാജ്യത്തിന് എത്ര നേരം, എത്ര കാലം പിടിച്ചു നിൽക്കാനാവും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന്. ഒരു മധ്യസ്ഥൻ്റെ സ്വരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരിക്കുന്നത്. ഈ സംഘർഷം അത് കനത്താൽ അതേറ്റവും ദോഷകരമാവുക പാകിസ്ഥാനാണ്. മനുഷ്യത്വം തൊട്ട് നീണ്ടാത്ത പാക് ഭരണാധികാരികൾ, തലപ്പത്ത് ആരൊക്കെ ഉണ്ട് എന്ന് പോലും ഇപ്പോൾ പാകിസ്ഥാൻകാർക്ക് പോലും നിശ്ചയമില്ല. പാകിസ്ഥാനിൽ തന്നെ ഈയൊരു സംഘർഷത്തിൽ വലിയ അതൃപ്തിയുണ്ട്. അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. റോഡുകളിലിറങ്ങി പ്രതിഷേധിക്കുന്നവരുണ്ട്. അവരുടെ അമർഷം, അവരുടെ രോഷം പ്രകടിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട്. ഐസൺ, ഈ രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ ഈ സംഘർഷത്തിന് ഒരയവുണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അനിൽനമ്പ്യാർ, നിലവിലെ ഈ ശക്തമായൊരു സംഘർഷം ഇന്നത്തെ ആക്രമണങ്ങൾക്ക്, ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ വിശേഷിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലൊരു ആക്രമണം നടത്താനുള്ളൊരു ശേഷി, അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഖ്വാജ ആസിഫ് എല്ലാം തന്നെ വാർത്താ സമ്മേളനങ്ങൾ, മാധ്യമ കൃത്യമായി വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്, ശക്തമായ നടപടികളുടെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടി നടപടിയുടെ സാഹചര്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സർവീലൻസ് സംവിധാനങ്ങളും, തങ്ങളുടെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നു പോയിരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി ഖ്വാജ ആസിഫ് ഇന്നലെ പാർലമെൻറ്റിൽ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, സഹായിക്കണമെന്ന രീതിയിൽ MP-മാർ കരഞ്ഞു വിളിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായതിന് ശേഷമാണ് വീണ്ടും ആക്രമണം തുടർന്നിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേകതയുള്ളത്, അത് നേരിട്ടുള്ളൊരു യുദ്ധം, അല്ലെങ്കിൽ ഈ ആർട്ടിലറി ഗൺ ഫയറിങ്ങും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളുമാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ തുടർച്ചയായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായൊരു ആക്രമണം, ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഭാരതത്തിന് നേരെ നടത്തുമ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ കൃത്യമായി പ്രതിരോധിക്കാൻ ഭാരതത്തിനാകുന്നുണ്ട്. ഭാരതം ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി, ഇന്നലെ ഉണ്ടായ അത്രയും ശക്തമായൊരു തിരിച്ചടി പാകിസ്ഥാന് ഭാരതം നൽകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇന്നലെ ലഭിച്ച അതിന് കെൽപ്പുണ്ടോ
പാകിസ്ഥാന് അതിന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമ്പത്തികമായും അതുപോലെ സൈനികമായും ഒക്കെ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് കൂടുതൽ ആക്രമണത്തിനുള്ള കെൽപ്പുണ്ടോ, അതിനുള്ള സാധന സാമഗ്രികൾ, ആയുധങ്ങൾ അവരുടെ പക്കലുണ്ടോ, വെടിക്കോപ്പുകൾ അവരുടെ പക്കലുണ്ടോ? ഇത് തന്നെ തുർക്കി പോലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ ചൈന പോലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സഹായത്തിൽ ആണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ മുതിർന്നത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ ചൈനയോട് ഭാരതം നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും ദുർബലമായിട്ടുള്ള ആയുധങ്ങളാണ്, വെടിക്കോപ്പുകളാണ്, മിസൈലുകളാണ് ചൈനയുടെ ഭാഗത്ത് നിന്നും പാകിസ്ഥാന് സമ്മാനിച്ചത് എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു ശേഷിയും ഇല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാൻ നിർബന്ധിതമായി. ഒരുപക്ഷെ ആക്രമണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകാം എന്ന ഉറപ്പ് സൈന്യം ഒരുപക്ഷെ ചൈനീസ് സൈന്യം ഒരുപക്ഷെ പാകിസ്ഥാന് നൽകിയിട്ടുണ്ടാവും, ചൈനീസ് ഭരണ നേതൃത്വം ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവും. പക്ഷേ സ്ഥിതി വഷളാവുന്നത് കണ്ട് ചൈന ഇപ്പോൾ മിതത്വം പാലിക്കുകയുമാണ്. മാത്രമല്ല ഐസൻ ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടുമായി ആശയവിനിമയം നടത്തിയത്. അതിനുശേഷം അടിവരയിട്ട് പറയുകയാണ്, അതിനുശേഷമാണ് മിതത്വം പുലർത്തുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സമയത്ത് ചൈന പരസ്യമായി പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു. അജിത് ഡോവലിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ ചൈനയുടെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിൽ നിന്നവരെ പിന്തിരിപ്പിക്കാൻ തക്ക പ്രാപ്തമായിട്ടുള്ള ആ ഇടപെടലുകൾ, അതിന് ശേഷം ചൈന നേരത്തെ കൊടുത്ത ചില ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം വളരെ ദുർബലമായ ആയുധങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാന് നൽകിയത്, സംഭാവന ചെയ്തത്. അതിൻ്റെ ഒരു ബലത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത്. ഭാരതം പോലുള്ള ഒരു മഹാരാജ്യത്തിന് എല്ലാം കൊണ്ടും ലോക ഗുരുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദവിയിലേക്ക് ഭാരതം നടന്നു നീങ്ങുന്ന ഈ സമയത്ത്, ഈ ഒരു സന്ദർഭത്തിൽ ഭാരതത്തെ ആക്രമിച്ചാൽ മറ്റ് രാഷ്ട്രങ്ങളുടെ ഒന്നും പിന്തുണ ലഭിക്കില്ല എന്ന് നന്നായി അറിയാവുന്ന പാകിസ്ഥാൻ ഒരുപക്ഷെ ചൈനയുടെയും തുർക്കിയുടെയും ആ ഒരു സഹായം അത് തന്നെ വളരെ ദുർബലമാണ്. ആ സഹായത്തിൻ്റെ പിൻബലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടത്. പക്ഷേ അതൊരു വലിയൊരു കനത്ത ആഘാതമാകുമെന്ന് സ്വപ്നേബി പാകിസ്ഥാൻ കരുതിയിട്ടുണ്ടാവില്ല. നേരത്തെ നമുക്കറിയാവുന്ന പോലെ പാക് പ്രധാനമന്ത്രിയാവട്ടെ, പാക് സൈന്യത്തിൻ്റെ മേധാവിയാവട്ടെ, എല്ലാവരും വാക്യുദ്ധം നടത്തിയിരുന്നു. അറ്റകൈക്കുന്ന നിലയിൽ ആണവായുധം പോലും പ്രയോഗിക്കുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം വെറും വേർഡ് വാർ നടത്തിയിരുന്ന, വാഗ്യുദ്ധം നടത്തിയിരുന്ന പാകിസ്ഥാൻ ഭരണകൂടം ഇന്ന് പതറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഈ ആക്രമണത്തിന് അവർക്ക് സാധിക്കുമെന്നതും വലിയൊരു ചോദ്യമല്ല ഐസൻ. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ ആക്രമണം എത്ര ദിവസം തുടരുമെന്നത് ഒരു തരത്തിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർ ആക്രമണത്തിന് അല്ലെങ്കിൽ ശക്തമായ ഒരു ആക്രമണം നടത്തുന്നതിനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയ ഒരു മറുപടി തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. ഖ്വാജ ആസിഫിൻ്റെ മറുപടി തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. തങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ വരുന്ന മിസൈൽ ആക്രമണങ്ങളെയും അതുപോലെ തന്നെ തങ്ങളെ ലക്ഷ്യം വെച്ച് അതിവേഗതയിലെത്തുന്ന യുദ്ധവിമാനങ്ങളെയും മുൻകൂട്ടി കണ്ട് കൃത്യമായ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നുവെന്ന് പാർലമെൻറ്റിൽ തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം. അവിടെ തന്നെ പാകിസ്ഥാൻ ദുർബലമായ
ശക്തമായി എന്നതിന് ഒന്നാമത്തെ തെളിവ് അല്ലെങ്കിൽ ഒരു സൂചന നമുക്ക് ലഭ്യമായി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ ചൈനയിൽ നിന്നും ലഭ്യമായ JF-17 വിമാനങ്ങൾ, JF-17 ഫൈറ്ററുകൾ, ആ JF-17 ഫൈറ്ററുകളിൽ 2 ഫൈറ്ററുകളാണ് ഇപ്പോൾ പാകിസ്ഥാന് നഷ്ടമായിരിക്കുന്നത്. ആ 2 ഫൈറ്ററുകൾ ഭാരതത്തിലത് തകർന്നു വീഴുകയും ചെയ്തു. മറ്റൊരു വിമാനവും തകർന്നു വീണു, ഒരു യുദ്ധവിമാനവും തകർന്നു വീണിരുന്നു. അതിൻ്റെ 2 പൈലറ്റുമാരെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ ഈ BSF കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ 3 വിമാനങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിമാനങ്ങൾ തകർന്നു പോയിരിക്കുന്നു. ഈ യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് JF-17 എന്ന യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച 250 P-15 എന്ന് പറയുന്ന മിസൈലുകൾ, അതായത് 250ഓളം P-15 മിസൈലുകൾ ചൈന പാകിസ്ഥാന് നൽകിയിരുന്നു. ആ നൽകിയ മിസൈലുകളിലെ P-15 മിസൈലിലൊന്നാണ് പ്രവർത്തനക്ഷമമല്ലാതെ ഹോഷിയാപൂരിൽ നിന്നും ഇന്ന് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ P-15 മിസൈൽ അതുപോലെ തന്നെ ഭൂമിയിൽ വീണ് കിടക്കുകയായിരുന്നു. അത് ഒന്ന് സെൽഫ് ഡിറ്റോണേഷനുള്ള ഒരു സാധ്യതകളും ഇല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്നെല്ലാം തന്നെ കാര്യക്ഷമമായി ആ മിസൈൽ പ്രയോഗിക്കുന്നതിനുള്ള എക്സ്പെർട്ടൈസ് പാകിസ്ഥാനില്ല എന്ന ഒരു സൂചനയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിസൈലിൻ്റെ കാര്യക്ഷമത സംബന്ധിച്ച തർക്കങ്ങളും വരുന്നുണ്ട്. വിമാനത്തിൻ്റെ ആ ഒരു പോരാട്ടക്ഷമത സംബന്ധിച്ച തർക്കങ്ങളും ഒരു സംശയവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ ചൈന നൽകിയ ഈ JF വിമാനങ്ങൾ 2 ഭാരതം തകർത്ത് കളഞ്ഞതും ഇന്നലത്തെ ആക്രമണത്തിൽ 3 യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്ക് തകർക്കാനുള്ള നീക്കങ്ങൾ ഭാരതത്തിന് സാധിച്ചു എന്നതും ഒരു ഗൗരവമേറിയൊരു വിഷയമാണ്. എയർ ഡിഫൻസ് സംവിധാനം തകർന്നു പോയത് മറ്റൊരു വിഷയമാണ്. മറ്റൊരു സുപ്രധാന വിഷയം ഇന്ന് എടുത്തു പറയേണ്ടത്, ഇന്ന് വിക്രം മിശ്രയും അതുപോലെ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഇക്കാര്യം അവതരിപ്പിച്ചത് സോഫിയ ഖുറൈഷിയാണ്. സോഫിയ ഖുറൈഷി വളരെ കൃത്യമായി പറഞ്ഞു, ദമാമിൽ നിന്നും ലാഹോറിലേക്ക് പറന്ന വിമാനം ഈ ആക്രമണം നടക്കുന്ന വേളയിൽ ഈ അപകടം നിറഞ്ഞ റൂട്ടിലൂടെ ആ വിമാനത്തെ പറക്കാനുള്ള അനുമതി നൽകി എന്നതാണ്. അത്തരത്തിൽ ആ വിമാനം പറക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഭാരതത്തിൻ്റെ അതിശക്തമായ ആക്രമണത്തിൽ ആ വിമാനത്തിന് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വിമാനത്തിൽ ഏതെങ്കിലും മിസൈൽ പതിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നമാക്കി അത് മാറ്റുന്നതിനെ ആ വിമാനത്തിലുള്ള മനുഷ്യരെ മനുഷ്യകവചങ്ങളായി വിനിയോഗിച്ചു എന്നാണ് ഇന്ന് സോഫിയ ഖുറൈഷി കൃത്യമായി പറയുകയും അതിനനുബന്ധമായ തെളിവുകൾ, രേഖാചിത്രങ്ങൾ പോലും ഗൂഗിൾ മാപ്പുകളും അതുപോലെ തന്നെ ഫ്ലൈറ്റ് റഡാർ ഡാറ്റകളുമെല്ലാം തന്നെ കൃത്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ളൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഈ ആക്രമണങ്ങൾ മനുഷ്യകവചമായി പ്രയോഗിച്ച നീക്കങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു.